കോഴിക്കോട് നഗരത്തിൽ വാടക വീട് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി അസം സ്വദേശിയായ 17-കാരിയുടെ മൊഴി. തന്നെ രക്ഷിക്കണമെന്ന അപേക്ഷയുമായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട അസം സ്വദേശിയായ യുവാവാണ് ജോലി വാഗ്ദാനം ചെയ്ത് 3 മാസം മുമ്പ് പെൺകുട്ടിയെ കേരളത്തിൽ എത്തിച്ചത്. അനൽക സെയ്ദ് ചേരുന്നു വിവരങ്ങളുമായി. അനൽക, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ അസം സ്വദേശിയായ 17-കാരി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുന്ന സാഹചര്യം. എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൈവശമുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് നഗരത്തിലാണ് ഇത്തരത്തിൽ വാടക വീട് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് എന്നൊരു 17-കാരി അസം സ്വദേശിയായിട്ടുള്ള 17-കാരിയുടെ മൊഴി ഉണ്ടായിട്ടുള്ളത്. ഈ അസം സ്വദേശിയായിട്ടുള്ള 17-കാരിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയും ചെയ്തു. ഏകദേശം 3 മാസം മുമ്പാണ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട അസം സ്വദേശിയായ യുവാവ് 15,000 രൂപ ജോലി വാഗ്ദാനം ചെയ്ത് ഈ പെൺകുട്ടിയെ ഈ കോഴിക്കോടേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് കോഴിക്കോട് എത്തിച്ചതിന് ശേഷം ഇവിടെ കോഴിക്കോട് നഗരത്തിലെ തന്നെ ഒരു വീട്ടിൽ ഈ 17-കാരിയെ പൂട്ടിയിടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുകയാണെന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പാണ് ഈ പെൺകുട്ടി ഈ കേന്ദ്രത്തിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി പറയുന്നത് പ്രകാരം തന്നെ പോലെ തന്നെ 5-ലധികം പെൺകുട്ടികൾ മുറിയിലുണ്ടായിരുന്ന കാര്യം കൂടി ഇവർ പോലീസിന്റെ അടുത്ത് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥിരമായി മുറി പൂട്ടിയിട്ടാണ് ഈ അസം സ്വദേശിയായിട്ടുള്ള യുവാവ് പോകാറുള്ളത്. എന്നാൽ ഒരാഴ്ച മുമ്പ് ഈ അസം സ്വദേശിയായിട്ടുള്ള യുവാവ് ഫോൺ വിളിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ നിന്നും അതിസാഹസികമായി ഈ 17-കാരി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടയിൽ രക്ഷപ്പെടുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ CWCക്ക് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു. CWC കൗൺസിലിംഗ് നൽകുകയും വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയും ചെയ്തു. പിന്നീട് വെള്ളിമാട് കുന്നിലെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പെൺകുട്ടിയെ തിരിച്ച് അസമിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് മാതാവിന്റെ ബന്ധു എന്ന് പറയുന്ന ആൾ ഈ CWC അധികൃതരുടെ മുന്നിലെത്തുകയും ആധാർ കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡ് നൽകുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ യുവാവിന് വേണ്ടിയിട്ട് അസം സ്വദേശിയായ യുവാവിന് വേണ്ടിയിട്ട് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുമുണ്ട്. ലക്ഷ്മി പത്മ. അനൽക സെയ്ദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടാനുണ്ട്. ഇനിയും പെൺകുട്ടികൾ അവിടെ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കുട്ടി വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസ് ഏതായാലും ഇതിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്.